ജോർദാനിലെ അമേരിക്കൻ എയർബേസും ആക്രമിക്കുമെന്ന് ഇറാൻ. ഏറെക്കുറെ വളരെ ആക്രമം കുറഞ്ഞ ഒരു ഏരിയയാണ് ജോർദാൻ എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഈ പ്രാവശ്യം ഇറാൻ്റെ ആക്രമണം ഉണ്ടായത്. അത് ഇറാഖിനെ ആക്രമിച്ചതോടനുബന്ധിച്ചാണ് ജോർദാന് നേരെയും ആക്രമണം ഉണ്ടായത്. അത് അവിടെ ഏറെക്കുറെ അവസാനിക്കുകയും പിന്നീട് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലവും ശക്തവുമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ നടത്തുകയും ചെയ്തു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം പുറത്തു വരുന്നത് ജോർദാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് വിട്ട മിസൈലിനെ ഇവർ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു, അതായത് കഴിഞ്ഞ വർഷം നടത്തിയ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ജോർദാൻ്റെയും ഇസ്രായേലിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് 100ഓളം മിസൈലുകൾ പ്രതിരോധിച്ചതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അത് ഇറാൻ്റെ ടെലിവിഷൻ തന്നെ പുറത്ത് വിട്ടിട്ട് തെളിവോടുകൂടി, അതിൻ്റെ വീഡിയോ ദൃശ്യത്തോടു കൂടി തന്നെയാണ് പുറത്ത് വിട്ടത്. സൗദി ജോർദാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടും അന്ന് പ്രതിരോധമുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴുള്ള ഈ ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇറാൻ ആക്രമിക്കാൻ കേന്ദ്രീകൃതമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളെല്ലാം ജോർദാനിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുക്കിയിട്ടുണ്ട്. അതിന് ഓരോ കാര്യം അവർ പറയുന്നുണ്ട്. മൂന്ന് സൈനിക ബേസാണ് പ്രധാനമായിട്ടും അമേരിക്കക്ക് അവിടെ ഉള്ളത്. ഒന്ന് അസ്രഖ് എന്ന് പറയുന്ന എയർബേസാണ്, അത് സർക്കാർ ഗവർണറേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. രണ്ടാമത്തത് ടവർ 22 എന്ന് പറയുന്ന ജോർദാനും സിറിയയുടെയും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തത് മോഫക് സാൽട്ടി എയർബേസ് ആണ്, അത് അമ്മാനോട് ചേർന്നുകൊണ്ടാണുള്ളത്. ഇതാണ് പ്രധാന എയർബേസ് ആയിട്ട് കണക്കാക്കുന്നത്. പിന്നീട് തുർക്കി അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് 2ലധികം എയർബേസ് വേറെയും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതിന് പ്രത്യേകമായിരിക്കുന്ന പേരുകളൊന്നും പറയുന്നില്ല, അവിടെ ഉണ്ട് എന്ന് മാത്രമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം 70 യുദ്ധവിമാനങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലുണ്ട്. F-35 സ്റ്റീൽസ് ഫൈറ്റർ ജെറ്റ് ഉണ്ട്, F-15 ഉണ്ട്, A-10 യുദ്ധവിമാനമുണ്ട്, 104 പാട്രിയറ്റ് മിസൈലുകളും താഡ് പ്രതിരോധ സംവിധാനവും ഡ്രോൺ സിസ്റ്റവും അവിടെ പ്രവർത്തിക്കുന്നു. കവചിത വാഹനങ്ങളും ഈ ടാങ്കറുകളും അടക്കമുള്ള മറ്റു വാഹനങ്ങളെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തേക്ക്, അതായത് ഈ ഇസ്രായേൽ അമേരിക്കൻ ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഏകദേശം ഇതിൻ്റെ പകുതിയിൽ കുറവായിരുന്നു ഈ പറയപ്പെട്ട യുദ്ധ സാമഗ്രികൾ ഉണ്ടായിരുന്നത്. എന്നാൽ പൊടുന്നനെ അത് ഇരട്ടിച്ചിട്ടുണ്ട്. അത് ഏറെക്കുറെ ഇറാൻ ലക്ഷ്യമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അവർ കണക്കുകൂട്ടുന്നു. യുദ്ധം മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് ബാധിക്കുന്ന രീതിയിലേക്കാവുന്ന സമയത്ത് ജോർദാൻ തീർച്ചയായിട്ടും തങ്ങളുടെ നയനിലപാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യമാണ് എന്നതിനാൽ അവരെ തങ്ങൾ ലക്ഷ്യമാക്കൂ എന്നാണ് ഏറ്റവും ഒടുവിലായിരിക്കുന്ന വിവരം പുറത്തു വരുന്നത്. അപ്പോൾ ഈ വിവരത്തോടനുബന്ധിച്ചുകൊണ്ട് ഈ മേഖല സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ച വിവരം അങ്ങനെയും പുറത്തു വരുന്നുണ്ട്. ഏകദേശം 2000-ന്റെ മേലെ സൈനികർ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അറബ് രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഭൂമിക വിട്ടുകൊടുക്കില്ലെന്ന് മുൻപ് പറയപ്പെട്ടിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ജോർദാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതിൻ്റെ എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ജോർദാൻ കഴിഞ്ഞാൽ പിന്നെ സിറിയ കഴിഞ്ഞാൽ ഇറാഖാണ്, ഇറാഖ് കഴിഞ്ഞാൽ ഇറാനിലെത്തി. അപ്പോൾ സിറിയയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിലും അവർക്ക് ആ യുദ്ധത്തെ അല്ലെങ്കിൽ ആ യുദ്ധ വിമാനങ്ങളെയോ പ്രതിരോധിക്കാനുള്ള സൈനിക ശേഷിയോ ബലമോ നിലവിലെ സാഹചര്യത്തിലില്ല. അതുകൊണ്ട് അവിടെ മാത്രമല്ല, അമേരിക്കക്ക് സപ്പോർട്ടാകുന്ന ഒരു പാവ സർക്കാരാണ് അവിടെ ഭരണം നടത്തുന്നത് എന്നതിനാൽ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാവുകയില്ല. അവിടെ ക്ലിയറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇറാഖാണ് വരുന്നത്. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സദാം ഹുസൈൻ്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം ഏറെക്കുറെ അമേരിക്കക്ക് സപ്പോർട്ടായിരിക്കുന്ന രീതിയിലുള്ള ഭരണ സംവിധാനമാണ്. ഇനി എതിർ നിൽക്കുകയാണെങ്കിൽ പല ഘട്ടങ്ങളിൽ അമേരിക്കക്ക് എതിരായിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ അമേരിക്കയുമായിട്ട് ഒരു സൈനികമായിരിക്കുന്ന ഏറ്റുമുട്ടലിനുള്ള ശക്തിയോ ബലമോ ഇറാഖിനില്ല എന്നതും കൃത്യമാണ്. ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ അമേരിക്കയുടെ നിഴലായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഏതൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിലും അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് സപ്പോർട്ടും ചെയ്യും. ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധത്തിനപ്പുറം സൗഹൃദ ബന്ധം കൂടിയുള്ള രാജ്യമാണ് ജോർദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. അത് നമ്മൾ സിറിയ പറഞ്ഞു, ഇറാഖ് പറഞ്ഞു, പിന്നീട് ഇറാൻ ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റൂട്ട് അവരെ ഏറെക്കുറെ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അറേബ്യൻ രാജ്യങ്ങളെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതിൻ്റെ ഈ അടിസ്ഥാനത്തിൽ ജോർദാനെ ഏറെക്കുറെ മാറ്റി നിർത്തിയതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും
ഇറാനെ ആക്രമിച്ചതിൽ ജോർദാൻ്റെ രാജ്യത്തിന് പങ്കുണ്ട് എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനുള്ളത്. ആയത്തുള്ള അലി ഖംനയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏതൊക്കെ ബാഹ്യ ആന്തരിക ശക്തികളുടെ സഹായമുണ്ട് എന്നുള്ളത് വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും അറേബ്യൻ രാജ്യങ്ങൾ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലും തങ്ങൾക്ക് നേരെ ഏതെങ്കിലും കാലത്ത് ശത്രുവായിട്ട് നിന്നുകൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി ഒറ്റുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ആക്രമിക്കാനുള്ള ഒരു അവസരം പോലും തങ്ങൾ നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ളതാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. യുദ്ധം തങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഏറ്റവും മാരകമായിരിക്കുന്ന മിസൈൽ സംവിധാനങ്ങൾ തങ്ങൾ പുറത്തെടുത്തിട്ടില്ല. തീർച്ചയായിട്ടും അത് തങ്ങൾ പുറത്തെടുക്കുകയും ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി അതിശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുകയും ചെയ്യും എന്നുള്ള കാര്യം അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ അതിന് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങൾ ഇറാൻ ഒറ്റപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന പരാമർശം മറ്റ് പല അറബ് രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഈ ഇസ്രായേൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അപലപിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധമോ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് പുറത്ത് വന്നിട്ടില്ല എന്നുള്ള ഒരു പരാതി ഇറാൻ്റെ നിലവിലുണ്ട്. മാത്രമല്ല തങ്ങളുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെയോ അമേരിക്കയോ വിമർശിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ കപ്പലിനെ ആക്രമിച്ചതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. അത് ഏത് തരത്തിലാണ് അത്തരമൊരു ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇല്ല. അഥവാ ഇറാനിലുള്ള ഭരണ സംവിധാനവുമായി ബന്ധപ്പെടാൻ വേണ്ടി മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്ത വിധം അവർ 100% യുദ്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാ ആളുകളും, അതായത് ഭരണാധികാരികളും സൈനിക മേധാവികളും ബന്ധപ്പെട്ടവരെല്ലാം യുദ്ധമുഖത്താണുള്ളത്. അവരിപ്പോൾ മൊബൈൽ നോക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നില്ല. അതോടൊപ്പം തന്നെ രാജ്യത്തിലെ ഭരണ സംവിധാനവുമായിട്ടുള്ള കാര്യത്തിൽ പ്രധാനമായിരിക്കുന്ന ശ്രദ്ധയും ചെലുത്തുന്നില്ല. അവരിപ്പോൾ ആകെ ചെയ്യുന്നത് ഇസ്രായേലിനെയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെയും ആക്രമിക്കുക എന്നുള്ളതാണ്. എല്ലാ കാലത്തും അറേബ്യൻ രാജ്യങ്ങൾ ഏകോപിച്ച് നിൽക്കാത്തതും ഇറാനുമായിട്ട് സഹകരിക്കാത്തതുമാണ് ഈ ഒരു ദുരന്തം അവർക്ക് വന്നുപെട്ടത് എന്ന് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അമേരിക്കയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് തങ്ങൾ പറഞ്ഞതാണ്. അത് അറേബ്യൻ രാജ്യങ്ങൾ ചെവികൊണ്ടിട്ടില്ല. 3 തവണ ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവരെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കനത്ത നാശങ്ങളും അതിൻ്റെ പ്രഹരവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വല്ലാതെ വൈകാതെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു തുടർ ചലനങ്ങളോ തുടർ പ്രവൃത്തിയോ ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഇറാൻ്റെ അനുമാനം. അപ്പോൾ ഈ കാര്യത്തിൽ അപലപിക്കുക എന്നുള്ളതൊക്കെ ഞങ്ങൾ എത്രയോ കേട്ടതും കണ്ടതുമാണ്. ലോകം അപ്പാടെ അപലപിച്ചിട്ടുണ്ട്. 160ഓളം രാജ്യങ്ങൾ ഗസയ്ക്ക് വേണ്ടി പാലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. എന്നിട്ട് എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ? അപ്പോൾ അപലപനീയവും പിന്തുണ പറയലും ഒന്നും ഇതിൻ്റെ അടിസ്ഥാനമല്ല. സൈനികപരമായ ബലവും ശക്തിയും ഉണ്ടോ ആ ശക്തി മാത്രമാണ് ഇസ്രായേൽ പ്രയോഗിക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ക്രിമിനലാണ്. എന്നിട്ട് ഈ ക്രിമിനലുമായിട്ട് ചേർന്നുകൊണ്ടല്ലേ അമേരിക്ക ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വെറും നാടകമാണ്. അപലപിക്കുക എന്നുള്ളതും പ്രതിഷേധിക്കുക എന്നുള്ളതും UN സഭ എന്ന് പറയുന്നതും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന് പറയുന്നതും ഇതെല്ലാം കൂടി കൂട്ടിക്കേൾക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം എന്നതിനപ്പുറമായിട്ട് യാതൊന്നുമില്ല. അപ്പോൾ അവർ പറയുന്നതാണ് ന്യായം, അവർ പറയുന്നതാണ് സത്യം. ആ രീതിയിലേക്ക് ലോകത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക ഈ പണിയൊക്കെ എടുക്കുന്നത് എന്ന് ചുരുക്കം. ഈ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോർദാന് നേരെ ആക്രമണം ഉണ്ടാവും എന്ന് പറഞ്ഞതോടുകൂടി ഈ മേഖല വല്ലാത്ത രീതിയിൽ പ്രയാസത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതും അത് ഒഴിവാക്കാൻ വേണ്ടി ഏതെങ്കിലും ശ്രമങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കുമോ എന്ന് ജോർദാൻ ശ്രമിക്കുന്നുണ്ട് എന്നതുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.